Hello friends, welcome to our YouTube channel എന്നിലെ വീട്ടമ്മ ബൈ ആതിര. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തീ പിടിപ്പിച്ചു. ഇന്ന് ഉണ്ടാക്കുന്ന ഓട്ടടയാണ്. ഇതിന് ഓട്ടപ്പം എന്നും പറയും. അതിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഓട്ടട ഉണ്ടാക്കുകയാണ്. ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ പച്ചരി വെള്ളത്തിലിട്ട് അത് അരച്ചെടുക്കുന്ന ടൈമിൽ കുറച്ച് ചോറും കൂടി ആഡ് ചെയ്ത് അത് അരയ്ക്കുമ്പോൾ ഈ അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് ചോറും കൂടി അരച്ചിട്ട് ആ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയും ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന്. ഞാനിന്ന് തേങ്ങയും ചെറിയുള്ളിയൊന്നും ചേർത്തിട്ടില്ല. ഓട്ടട എല്ലാം ചുട്ടു കഴിഞ്ഞു. പിന്നീട് ഞാൻ അതേ അടുപ്പത്ത് ചോറിന് വെള്ളം വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെമ്പിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെമ്പിന് താഴെ ഒരു തുണി വെച്ചിട്ടുണ്ട്. എപ്പോൾ ഞാൻ വെള്ളം എടുക്കുകയാണെങ്കിലും താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെമ്പിന് താഴെ ഇങ്ങനെ ഒരു തുണി വെച്ച് കഴിഞ്ഞാൽ അതിലേക്കേ വെള്ളം ആവുള്ളൂ. അല്ലെങ്കിൽ അടുക്കളയിലൊന്നാകെ വെള്ളം കളിയാവും. പിന്നീട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. ബാക്കി എല്ലാവരും ചായ കുടിച്ച് പോയി. അപ്പോൾ അങ്ങനെ ഞാൻ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ നോക്കുക. രാവിലെ എന്ന് പറയുമ്പോൾ നല്ല തിരക്ക് പിടിച്ച ടൈമായിരിക്കും. ആരും പ്രഭാത ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. പ്രത്യേകിച്ചും സ്കൂളിൽ പോകുന്ന കുട്ടികൾ തീർച്ചയായും ഭക്ഷണം കഴിച്ചിട്ട് പോവുക. എത്ര തിരക്കുണ്ടെങ്കിലും. ഇന്നേ ദിവസം ഞാൻ ചെയ്യാൻ വിചാരിച്ച പ്രധാനപ്പെട്ട 2 ജോലികളാണ്. ഒന്ന്, സാധനങ്ങളൊക്കെ അളക്കുകളിലേക്ക് മാറ്റുക. രണ്ടാമത്, അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാം. ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഊട്ടി പോയപ്പോൾ വാങ്ങിച്ച മസാല ടീ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അളക്കുകളിലേക്ക് മാറ്റുകയാണ്. നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന പലചരക്ക് സാധനങ്ങളൊക്കെ വേഗം തന്നെ അളക്കുകളിലേക്കൊക്കെ അതിൻ്റേതായ അളക്കുകളിലേക്കൊക്കെ മാറ്റുക. അല്ലെങ്കിൽ അത് ചിലപ്പോൾ കവറൊക്കെ ഓട്ടയാവാൻ സാധ്യതയുണ്ട്. ഉറുമ്പൊക്കെ വന്ന് ഓട്ടയാക്കും. അങ്ങനെയൊക്കെ കൂറ, ഉറുമ്പ് ഇവയൊക്കെ ഓട്ടയാക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ വേഗം അളക്കുകളിലേക്ക് മാറ്റുക. പിന്നീട് സാധനങ്ങൾ ഒഴിവാക്കിയ എല്ലാ പ്ലാസ്റ്റിക് കവറും കൂടി ശേഖരിച്ച് ഒരൊറ്റ കവറിലാണ് വെക്കാറ്. ഇത് ഹരിത കർമ്മസേനയുടെ പ്രവർത്തകർ വന്നിട്ടാണ് കൊണ്ടുപോവാറ്. ഈ പദ്ധതി എനിക്ക് നല്ലൊരു പദ്ധതിയായിട്ടാണ് തോന്നിയത്. ഇത്രയും അധികം പ്ലാസ്റ്റിക് കവറുകൾ നമ്മുടെ വീട്ടിലുണ്ടോ എന്നറിയുന്നത് ഇങ്ങനെ ശേഖരിച്ച് വെക്കുമ്പോഴാണ്. പിന്നീട് ഞാൻ അളക്കുകളൊക്കെ വെക്കുന്ന ഈ ഒരു ചെറിയ ഏരിയയാണ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ അവിടുത്തെ അളക്കുകളൊക്കെ എടുത്തു മാറ്റി അതിനുശേഷം ഞാൻ ഒരു ബ്രഷ് ഉപയോഗിച്ച് അവിടുത്തെ മാറാലകളൊക്കെ തട്ടി മാറ്റുകയാണ്. പെട്ടെന്ന് മാറാല പിടിക്കുന്ന ഒരു ഏരിയ കൂടിയാണിത്. അതിനുശേഷം അവിടുത്തെ പൊടികളൊക്കെ തട്ടി മാറ്റുകയാണ്. പിന്നീട് ഞാനൊരു നനഞ്ഞ തുണി ഉപയോഗിച്ച് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്.
ഇവിടെ വെക്കുന്ന അളക്കുകളൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ മൂടിയിലൊക്കെ എണ്ണമയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നേരിയ ചൂടുവെള്ളം കൊണ്ട് തുടച്ചെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ റാക്കിനടിയിലെ ഏരിയയാണ് ക്ലീൻ ചെയ്യുന്നത്. ആദ്യം തന്നെ അവിടെയുള്ള പാത്രങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു. അതിനുശേഷം ഞാനൊരു ചൂല് ഉപയോഗിച്ച് അവിടെയൊക്കെ അടിച്ചു വാരി. ചുമരിലും അതേ ചൂല് ഉപയോഗിച്ച് ഞാനൊന്ന് മാറാല നീക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നനഞ്ഞ തുണി ഉപയോഗിച്ച് അവിടെയെല്ലാം തുടച്ചെടുത്തു. പിന്നീട് ഞാൻ പുറത്തേക്ക് വെച്ച എല്ലാ പാത്രങ്ങളും തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിനുള്ളിലേക്ക് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളച്ചിരുന്നു. ഞാനൊരു കപ്പ് ഉപയോഗിച്ച് ജഗ്ഗിലൊക്കെ വെള്ളം നിറയ്ക്കുകയാണ്. ഇത് കുടിക്കാനുള്ള വെള്ളമാണ്. അതിനുശേഷം ചെമ്പിലേക്ക് അരി ഇടുകയാണ്. അരി ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കുന്നത് നല്ലതാണ്. അരി അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇതിൽ ആവശ്യമില്ലാത്ത കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം ഒരു ചാക്കിലാക്കി മുകളിലേക്ക് കയറ്റി വെക്കുകയാണ്. ഇന്ന് കർമൂസ കൊണ്ടുള്ള ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കർമൂസയാണ്. ഈ കായയ്ക്ക് നമ്മുടെ നാട്ടിൽ കർമൂസ, ഓമക്കായ എന്നൊക്കെയാണ് പറയാറ്. ഇതിൻ്റെ ഒരു 4 തൈയും കൂടി അച്ഛൻ വെച്ചിട്ടുണ്ട് വീട്ടിൽ. അച്ഛന് ഇങ്ങനെ തൈകളൊക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അതിനെ നന്നായിട്ട് പരിചരിക്കുകയും ചെയ്യും. അധികം കർമൂസ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കറിയും ഉപ്പേരിയും വെക്കാറുണ്ട്. അതുകൊണ്ട് നീക്കുട്ടിക്ക് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ്. ഇതെന്നല്ല, അധികം ഉപ്പേരിയാണ് നീക്കുട്ടിക്ക് ഇഷ്ടം. കർമൂസറ്റൊക്കെ ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾ നന്നായിട്ട് കഴിക്കും. പിന്നെ ഇപ്പോൾ നമ്മളെടുത്ത കർമൂസയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഞാൻ കഴിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. ബാക്കി കഷ്ണങ്ങളാണ് ഞാൻ ഉപ്പേരിക്ക് ഉപയോഗിക്കുന്നത്. തോലൊക്കെ ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കർമൂസ. അതിനുശേഷം ഞാനത് ചെറുതാക്കി കട്ട് ചെയ്യുകയാണ് ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. നേരിയ പഴുത്ത കർമൂസ കൊണ്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ ആ കറിക്ക് നല്ലൊരു മധുരം ഉണ്ടായിരിക്കും. എനിക്ക് ആ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നീട് ഞാൻ വേഗം തന്നെ കർമൂസ കുക്കറിലാക്കി അടുപ്പത്ത് വെക്കുകയാണ്. കറി വെക്കാൻ വേണ്ടി കിട്ടിയിരുന്നത് മത്തിയായിരുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയാട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ നല്ല എലിയുടെ ശല്യം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ എലിയുടെ ശല്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു, ഇവിടെ എലിയൊന്നും ഇല്ലയെന്ന്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ പറയും അവിടെ എലിയൊന്നുമില്ല, എലിയുടെ ശല്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇവിടെ നല്ല എലിയുടെ ശല്യമുണ്ട്. ഇപ്പോൾ എലിയുടെ പരാക്രമങ്ങളാണ് ഈ കാണുന്നതൊക്കെ. എന്നെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു വാഷിംഗ് മെഷീൻ. അത് നേരെ കോണിയുടെ അടിയിൽ തന്നെ വെച്ചിരുന്നു. ഇപ്പോഴും അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിനുള്ളിലത്തെ തെർമാക്കോളൊക്കെ എലി ഒന്നാകെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഏട്ടനാണ് വാഷിംഗ് മെഷീനൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചത്. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം അലങ്കോലമായി കിടക്കുന്നത് കണ്ടത്. പിന്നീട് ഞാൻ ആ കോണിനടിയത്തെ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വെച്ച് ആവശ്യമുള്ളതൊക്കെ എടുത്തു, ബാക്കിയൊക്കെ ഒഴിവാക്കി. പിന്നീട് അവിടെ നന്നായിട്ട് അടിച്ചു വാരി. അതിനുശേഷം ഞാൻ സോപ്പ് സൊല്യൂഷൻ വെച്ച് അവിടെ നന്നായി തുടച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഡെറ്റോൾ ഉപയോഗിച്ച് ഒരു 2 തവണ അവിടെ തുടച്ചെടുത്തു. പിന്നീട് ഞാൻ കോണിനടിയിലുണ്ടായിരുന്ന അളക്കുകളൊക്കെ പൊടിയൊക്കെ തട്ടി നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ്. അതിനുശേഷം അതെല്ലാം തിരിച്ച് കോണിനടിയിലേക്ക് തന്നെ വയ്ക്കുകയാണ്. ഇന്ന് ഈ ഏരിയ ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഏട്ടൻ വാഷിംഗ് മെഷീൻ എടുത്ത് പുറത്തേക്ക് വെച്ചപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഏരിയയും കൂടി ക്ലീൻ ചെയ്യാൻ പറ്റി. ചിലപ്പോൾ അങ്ങനെയാണല്ലേ, നമ്മുടെ ലിസ്റ്റിലുള്ള ജോലികൾ അല്ലാതെ തന്നെ നമുക്ക് ആ ദിവസം ചെയ്യേണ്ടി വരും. റൂമിലോട്ട് വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. നീക്കുട്ടി ബെഡ്ഷീറ്റൊക്കെ ആകെ ചുളിച്ചിരുന്നു. അപ്പം ഞാൻ വേഗം തന്നെ തലയണയൊക്കെ എടുത്ത് മാറ്റി ബെഡ്ഷീറ്റ് വൃത്തിക്ക് വിരിച്ചിട്ട് പിന്നെ ഞാൻ തലയണയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അലങ്കോലമായി കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ വേഗം തന്നെ എല്ലാം ഒതുക്കി വയ്ക്കുകയാണ്. ചാർജറൊക്കെ ഒരു പെട്ടിയിലാക്കി വയ്ക്കുകയാണ്. നോട്ട്ബുക്കൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ടേബിളിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്.
റൂം അടിച്ചുവാരി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ തുടച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഹാളും മറ്റു റൂമും അടിച്ചു വാരിയതിന് ശേഷം ഞാൻ തുടച്ചെടുക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ മേശ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നീട് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിക്കുകയാണ്. വായിച്ചതിന് ശേഷം ഞാൻ വിരലിൽ നഖം വെട്ടുകയാണ്. നഖം ഇത്തിരി വളർന്നാൽ തന്നെ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. പിന്നീട് അത് എവിടെയെങ്കിലും ഇങ്ങനെ കോറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നഖം വെട്ടി ക്ലീൻ ചെയ്യാണ്. പിന്നീട് ഞാൻ നെയിൽ പോളിഷ് ഇടുകയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു ദിവസം ഒരു 5-10 മിനിറ്റ് നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടി മാറ്റി വയ്ക്കണം. ഓടി നടന്ന് കുഞ്ഞിൻ്റെയും ഹസ്ബൻഡിൻ്റെയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവസാനം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് പറയരുത്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. ആരും നമുക്കത് ചെയ്തു തരാനില്ല എന്ന് ഓർക്കണം. വീട്ടിലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കുന്ന ഇമ്പോർട്ടൻസ് പോലും നമ്മൾ നമ്മുടെ കാര്യത്തിൽ ചിലപ്പോൾ കാണിക്കാറില്ല. ഓ, അത് തിരക്കില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നേക്കും മാറ്റി വയ്ക്കരുത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യത്തിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം. സെൽഫ് കെയറിന് വേണ്ടി നമ്മൾ പ്രത്യേക ടൈം കണ്ടെത്തണം. വീട്ടമ്മമാർ ആയാൽ പോലും നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുള്ള അമ്മമാർ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു ദിവസം 10 മിനിറ്റ് ഹെയർ കെയർ ചെയ്യുക, അതിനടുത്ത ദിവസം 10 മിനിറ്റ് സ്കിൻ കെയർ ചെയ്യുക, അതിനടുത്ത ദിവസം നെയിൽ കെയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സെൽഫ് കെയറിന് വേണ്ടി ദിവസം ഒരു 10 മിനിറ്റെങ്കിലും മാറ്റിവെക്കുക. നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് അന്നേ ദിവസം ചെയ്യാനുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്ത് ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി ഒന്നും ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ ഇരിക്കാൻ എന്ത് സുഖമാണല്ലേ. ടെൻഷൻ ഫ്രീ ആയി ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമാണോ ഇങ്ങനെ കുറച്ച് ടൈം റിലാക്സ് ആയിട്ടിരിക്കാൻ? ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മോശപ്പെട്ട ചിന്തകളോ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ചിന്തകളോ ഒന്നും വരാതെ നെഗറ്റീവ് ചിന്തകളെ തടഞ്ഞ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. മനസ്സിനെ റിലാക്സ് ആക്കാൻ നോക്കുക. ശാന്തമായിരുന്ന് നമ്മുടെ മനസ്സിനും ശരീരത്തിനുമെല്ലാം ഒരുപോലെ സുഖം നൽകുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഇത് നമ്മെ ഒരുപാട് സന്തോഷിപ്പിക്കുകയും നമ്മുടെ ഊർജം വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. മകൾ ഉറങ്ങുകയാണ്. ഞാൻ റൂമിനകത്താണ്. എന്നെ ശല്യം ചെയ്യുന്ന വിധം മറ്റു സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ടൈം ഏകദേശം 4 മണിയായി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ശാന്തമായൊരു നിമിഷത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന കുറച്ച് നിമിഷങ്ങൾ ഞാൻ വളരെയധികം ആസ്വദിക്കാറുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തിയത് എൻ്റെ സ്വപ്നങ്ങളെയാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ പ്ലാനർ ഒന്ന് മറിച്ച് നോക്കണമെന്ന്. എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ സ്വപ്നങ്ങളെ ഒന്ന് തലോടണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാനർ ഒന്ന് നോക്കുകയാണ്.
മൈ ഡ്രീംസ് എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ 2 സ്വപ്നങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി നേടിയെടുക്കുക എന്നത്. അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ ദിവസവും കുറച്ച് ടൈമെങ്കിലും എൻ്റെ പഠനത്തിനു വേണ്ടി ഇപ്പോൾ മാറ്റിവെക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു സ്വപ്നമാണ് ഇംപ്രൂവ് മൈ യൂട്യൂബ് ചാനൽ എന്നത്. എൻ്റെ ചാനൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി നല്ല നല്ല വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായി ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. എൻ്റെ സ്വപ്നങ്ങളിൽ ഇങ്ങനെ വിരലോടിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയും അധികം സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഞാൻ നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട്. അതെ, ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങൾക്ക് സന്തോഷം തരുന്ന സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് കുറച്ചു നേരം ചിന്തിക്കുക. നിങ്ങളത് ഭാവിയിൽ നേടിയെടുക്കുന്നതായി വിഷൻ ചെയ്യുക. നേടിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ മനസ്സിനെ റിലാക്സ് ആക്കുക. നിങ്ങളുടെ ജോലിഭാരം ഒക്കെ ഇറക്കി വെച്ച് ടെൻഷൻ ഫ്രീ ആയി നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം ഒരുപോലെ നിങ്ങളുടെ സ്വപ്നത്തിനു വേണ്ടി മാറ്റിവെക്കുക. കുറച്ച് ടൈമെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. പിന്നീട് ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ച മസാല ടീ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ചായ ഉണ്ടാക്കി അത് കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് അതിൽ ഏലക്കായുടെ കുത്താട്ടം കുറച്ച് കൂടുതലായിട്ട് നിന്നുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ ഏലക്കായ ഇട്ടിട്ട് ചായപ്പൊടിയിൽ ഏലക്കായ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് മറ്റ് മസാലകളുടെ ഗ്രാമ്പു അങ്ങനത്തെ മസാലകളുടെ ഒന്നും അങ്ങനെ വല്ലാണ്ട് തോന്നിയിട്ടില്ല. അങ്ങനെ അതേ ചിപ്സായിരുന്നു ചായക്ക് കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചിപ്സും ചായയും കഴിക്കാൻ പോവാണ്. ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.